ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചയാളുടെ ജനനേന്ദ്രിയം പെൺകുട്ടി മുറിച്ചുമാറ്റി. കൊല്ലത്തെ ഒരു ആശ്രമത്തിലെ ഗണേശാനന്ദ തീർത്ഥപാദ സ്വാമിയുടെ ജനനേന്ദ്രിയമാണ് മുറിച്ചത്. തളർന്നു കിടന്ന അച്ഛനെ ചികിത്സിക്കാൻ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം. ഇയാൾ പെൺകുട്ടിയുടെ അമ്മയെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇയാൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, എങ്ങനെയായിരുന്നു സംഭവം? സൗമ്യ, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ അതായത് ഈ പെൺകുട്ടിയെ 15ാമത്തെ വയസ്സ് മുതൽ ഈ സ്വാമി പീഡിപ്പിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് ഈ രീതിയിലാണ് ഈ പെൺകുട്ടി ഇപ്പോൾ തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്റെ അച്ഛൻ തളർന്നു കിടക്കുന്ന അതാണ്. അപ്പോൾ ആ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി ഈ സ്വാമി, അതായത് കൊല്ലത്തെ ഒരു ആശ്രമത്തിലെ ഗണേശാനന്ദ തീർത്ഥപാദ സ്വാമി എന്നാണ് ഈ പുള്ളിയുടെ പേര്. 54 വയസ്സാണ് ഇദ്ദേഹം. ഇവിടെ നിരന്തരം വന്നിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ചികിത്സയ്ക്കും പൂജയ്ക്കും മറ്റുമായി ഈ വീട്ടിൽ നിരന്തരം വന്നിരുന്നു. തിരുവനന്തപുരം പേട്ട സ്വദേശിനിയാണ് ഈ കുട്ടി. ഇത്തരത്തിൽ വന്ന് നിരന്തരം ഈ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ അമ്മയെയും ഈ സ്വാമി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരത്തിൽ പൂജയ്ക്കും ചികിത്സയ്ക്കുമായി വീണ്ടും വരികയായിരുന്നു ഈ സ്വാമി. തുടർന്ന് ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ച സാഹചര്യത്തിലാണ് പെൺകുട്ടി നേരത്തെ തന്നെ ഒരു കത്തി സംഘടിപ്പിച്ചു വെച്ചിരുന്നു എന്നാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ തുടർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ച സാഹചര്യത്തിൽ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. ഏതായാലും 12:30 ഈ സ്വാമിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സ്വാമി. ഇയാൾക്കെതിരെ പോസ്കോ നിയമപ്രകാരം, പ്രത്യേകിച്ചും ഈ പെൺകുട്ടിയെ 15ാമത്തെ വയസ്സ് മുതൽ ഈ സ്വാമി പീഡിപ്പിക്കുന്നു എന്നാണ് നിലവിൽ കുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോസ്കോ നിയമപ്രകാരം നിലവിൽ ഇപ്പോൾ പേട്ട പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സൗമ്യ, ഒരുപക്ഷെ ഷീജ, നമുക്കറിയാം പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ പലരും അറിഞ്ഞ കൊല്ലത്ത് പല സംഭവങ്ങളും കണ്ടതാണ്. മുത്തശ്ശൻ പീഡിപ്പിക്കുന്ന വിഷയം ഒരുപക്ഷെ മുത്തശ്ശിക്ക് പോലും അറിയാമായിരുന്നു, അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും അവരൊന്നും തടയാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങളിൽ ഈ കുട്ടിയും അതുപോലെ ആരെങ്കിലും പരാതിപ്പെടുകയോ അങ്ങനെ വല്ലതും ചെയ്തിരുന്നു? അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും കുട്ടി പറഞ്ഞോ? നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച്, നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പെൺകുട്ടിയെ ഈ സ്വാമി 15ാമത്തെ വയസ്സ് മുതൽ പീഡിപ്പിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പരാതി നിലവിൽ ഇതുവരെ ആ പെൺകുട്ടി പോലീസിൽ നൽകിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നേരത്തെ തന്നെ വീട്ടുകാരുടെ, പ്രത്യേകിച്ചും അമ്മയുടെ അറിവോടെ തന്നെയാണോ ഇത് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഈ കുട്ടി ഇതുവരെ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അർദ്ധരാത്രി കൂടി മാത്രമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതും തുടർന്ന് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയതും. അതിനു മുൻപായി പെൺകുട്ടി പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ 15ാമത്തെ വയസ്സ് മുതൽ തന്നെ ഈ സ്വാമി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ആ കുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും ഗണേശാനന്ദ തീർത്ഥപാദ സ്വാമി എന്ന് പറയുന്ന ഈ 54 വയസ്സുകാരനായ സ്വാമിക്കെതിരെ പോസ്കോ നിയമപ്രകാരം തിരുവനന്തപുരം പേട്ട പോലീസ് കേസെടുത്തിട്ടുള്ളത്. സൗമ്യ, ഒരുപക്ഷെ അവിടെ ഷീജ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പെട്ടെന്നുണ്ടായ സംഭവമല്ല. ഷീജ പറഞ്ഞതുപോലെ തന്നെ 15ാം വയസ്സ് മുതൽക്കേ തന്നെ പല രീതിയിൽ ഈ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന കുട്ടി തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ വളരെ പ്ലാൻഡായി ആ കുട്ടി ചെയ്ത ഒരു കാര്യം എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ. ഒരുപക്ഷെ മറ്റൊരു ചെറുത്തുനിൽപ്പും ഇതിൽ ഇയാളെ തടയാനാവില്ല എന്നുകൂടി ആ കുട്ടിക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകാം എന്ന് തന്നെ വേണ്ടേ കരുതാൻ. തീർച്ചയായും സൗമ്യ, നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രകാരം ഈ പെൺകുട്ടി നേരത്തെ തന്നെ, അതായത് ഇത്തരത്തിൽ ചികിത്സയ്ക്ക് ഈ സ്വാമി നിരന്തരം ഇവരുടെ വീട്ടിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ കുട്ടി ഇതിനു മുൻപ് സ്വാമി എത്തുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഒരു കത്തി സംഘടിപ്പിച്ചു വെച്ചു എന്ന് തന്നെയാണ് ഈ കുട്ടിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു കത്തി സംഘടിപ്പിച്ചു വെക്കുകയും തുടർന്ന് ഈ രീതിയിൽ ഈ കുട്ടിയോട് ലൈംഗികാതിക്രമത്തിന് വരുന്ന സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിൽ ജനനേന്ദ്രിയം മുറിക്കുന്ന ഒരു നടപടി ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഏതായാലും ഇത്തരത്തിൽ ഈ വിഷയം നിരന്തരമായി 15ാമത്തെ വയസ്സ് മുതൽ ഈ പെൺകുട്ടി ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായി വരികയായിരുന്നു എന്ന് തന്നെയാണ് കുട്ടി തന്നെ ഇപ്പോൾ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഷീജ, നമുക്കിവിടെ വലിയൊരു ആശ്വാസകരമായ കാര്യം എന്നത് നിരന്തരം പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ആത്മഹത്യ ചെയ്തോന്നോ അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ നിന്നോ ഒക്കെയുള്ള വാർത്ത കൊടുക്കുന്നതിനപ്പുറത്ത് നിന്ന് മറ്റൊരു വാർത്ത ഈ തലത്തിൽ നൽകാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഇതിലുള്ള ഒരു നേരിയ ആശ്വാസം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവിടെ ആയിരിക്കില്ലേ ആ കുട്ടി കാണിച്ച ഒരു ആത്മധൈര്യം എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു രീതിയിലും ഇതിനെ തടയാനാവില്ല എന്ന് ആ കുട്ടിക്ക് അറിയാമായിരിക്കും.
തീർച്ചയായും ആ രീതിയിൽ തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. പ്രത്യേകിച്ചും അത്തരത്തിൽ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നിസ്സഹായ അവസ്ഥയായിരിക്കാം, പുറത്തു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ പെൺകുട്ടിക്ക് നിലനിന്നിരിക്കാം. അത്തരത്തിൽ ഒരു ഘട്ടത്തിൽ ഇതുവരെയും പുറത്തു പറയാൻ പോലും ഈ കുട്ടി മടിച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ കുട്ടി വലിയ ഒരു മാനസിക സംഘർഷത്തിലൂടെ തന്നെ കടന്നു പോവുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോസ്കോ നിയമപ്രകാരം ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്വാമിക്കെതിരെ 54 വയസ്സുകാരനായ ഈ സ്വാമിക്കെതിരെ പോസ്കോ നിയമപ്രകാരം നിലവിൽ ഇപ്പോൾ പേട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ മാനസിക നില സംബന്ധിച്ചും പോലീസുകാർ വലിയ ആശങ്ക തന്നെയാണ് നിലവിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. കുട്ടി ഇപ്പോൾ ഈ നേരത്തെ ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വിധത്തിലുള്ള ഡോക്ടർമാരുടെയൊക്കെ ഒരു നിരീക്ഷണത്തിലാണോ ഉള്ളത്? നിലവിൽ രാവിലെ വരെ ഈ കുട്ടി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഈ കുട്ടി എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഏതായാലും കൂടുതൽ വ്യക്തത നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും പോലീസ് ഈ പെൺകുട്ടിയുടെ പേരും മറ്റു വിവരങ്ങളും പുറത്താകും എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടി എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തത ഇപ്പോഴില്ല. ഏതായാലും പോലീസിന്റെ സംരക്ഷണത്തോടു കൂടി എവിടെയെങ്കിലും ആകുമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഷീജ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇവിടെ അമ്മ ഒക്കെ അറിഞ്ഞിട്ടാണോ കാര്യങ്ങൾ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും പോലീസ് ആ രീതിയിലുള്ള സംശയവും പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 15ാമത്തെ വയസ്സ് മുതൽ ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയായി വരുന്നു എന്ന് തന്നെയാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും അച്ഛൻ തളർന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അമ്മ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാമായിരുന്നോ എന്നുള്ളൊരു സംശയം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പെൺകുട്ടി നിരന്തരം മാനസിക സംഘർഷത്തിനിടയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു ആ സാഹചര്യം വീണ്ടും ഉണ്ടാകും എന്നുള്ളത് മുൻകൂട്ടി കണ്ടു തന്നെയാണ് കുട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് പോലീസ് അനുമാനിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റിയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും ഷീജ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ വീട്ടുകാരുടെയൊക്കെ ഒരു വലിയ അശ്രദ്ധയോ വലിയ പിഴവോ ഒക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള ഇടയൊരുക്കുന്നത്. ഇവിടെയും ഒരുപക്ഷെ ഇവിടെ തളർന്നു കിടക്കുന്ന അച്ഛൻ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു സ്വാമിയെ വിളിക്കുന്നു, അയാൾക്ക് വീട്ടിൽ എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു പിഴവ് തന്നെ. ഒരുപക്ഷെ കേരളം ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിഷയം. തീർച്ചയായും നമുക്കറിയാം സൗമ്യ, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് നമ്മൾ ഇതിന് മുൻപ് തന്നെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിൽ എല്ലാത്തിലും എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയില്ലായ്മ തന്നെയാണ്. പ്രധാനമായും എല്ലാവരും ചർച്ച ഏത് ഭാഗത്തു നിന്നായാലും ഉയരുന്ന ഒരു വിമർശനം. പ്രത്യേകിച്ചും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പല പല നടപടികൾ ഉണ്ടാകുമ്പോൾ പോലും വീട്ടുകാർ പ്രത്യേകിച്ചും ഇത്തരം കുട്ടികളുടെ അമ്മയും അച്ഛനും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നില്ല എന്നൊരു വിമർശനം പലയിടത്തു നിന്നായി ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങളും നേരത്തെ സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം വീട്ടിലുള്ളവരുടെ തന്നെ പീഡനത്തിന് പെൺകുട്ടികൾ ഇരയാകുന്ന ഒരു അവസ്ഥ അത് സംസ്ഥാനത്ത് വളരെ അധികം നമുക്കറിയാം, നേരത്തെ തന്നെ നിരവധി കേസുകൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ കൂടുതൽ ശ്രദ്ധ കുട്ടികൾക്ക് വീട്ടിൽ ലഭിക്കുന്നില്ല, ഇത്തരം കാര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം തന്നെയാണ് ഈ സംഭവം എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ബാലാവകാശ കമ്മീഷനോ മറ്റോ ഇടപെട്ടിട്ടുണ്ടോ? അതോ ഇപ്പോൾ വാർത്ത പുറത്ത് വന്നിട്ടേ ഉള്ളൂ എന്നുള്ളൊരു വിഷയം കൂടിയുണ്ടോ ഷീജ? തീർച്ചയായും സൗമ്യ, ഇപ്പോൾ അല്പസമയം മുമ്പ് മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തുടർന്നാണ് 12:30യോടുകൂടിയാണ് ഈ സ്വാമിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഏതായാലും രാവിലെ തന്നെ പേട്ട പോലീസ് ഈ സ്വാമിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനായാലും ബാലാവകാശ കമ്മീഷൻ തുടങ്ങിയ എല്ലാവരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പോലീസ് വിഷയങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ച് സമീപകാലത്ത് നമുക്കറിയാം ഇത്തരത്തിലുള്ള നിരവധിയായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല രീതിയിലാണ് എങ്കിലും കുട്ടികൾക്ക് നേരെ ഉള്ള പീഡനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പോലീസ് അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള സംഭവങ്ങളാണോ പറയുന്നത്? പ്രധാനമായും പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛൻ തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്കും അതോടൊപ്പം തന്നെ പൂജയ്ക്കും ഈ സ്വാമി, അതായത് ഈ ഗണേശാനന്ദ തീർത്ഥപാദ സ്വാമി എന്ന് പറയുന്ന സ്വാമി ഇവിടെ ഈ കുട്ടിയുടെ വീട്ടിൽ നിരന്തരം എത്തിയിരുന്നു. ഇത്തരത്തിൽ പൂജകൾ ചെയ്തു പോകുമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ വരുന്ന സാഹചര്യത്തിൽ 15ാമത്തെ വയസ്സ് മുതൽ ഏകദേശം ഇപ്പോൾ 5 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ ഞാൻ തിരികെ എത്താം. ഇപ്പോൾ
കമ്മീഷണർ ശ്രീ സ്പർജൻ കുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സാർ, ഇവിടെ എങ്ങനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? അദ്ദേഹത്തിന് ടെലിഫോൺ ലൈൻ കട്ടായതാണ്, അദ്ദേഹത്തിലേക്ക് എത്താം. ഒരുപക്ഷെ ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ വിഷയം കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വിഷയം. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ കൂടുതലായി നിയമത്തിന് മുമ്പിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെയാണോ ഇപ്പോൾ പോലീസ് വിഷയം കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായും സൗമ്യ, നേരത്തെ നമുക്കറിയാം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും തന്നെ ഇത് പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല. അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ പ്രത്യേകിച്ചും അവർക്ക് സ്വന്തം ഐഡന്റിറ്റി പുറത്താകും എന്നുള്ളത് തന്നെയാണ് വലിയ തോതിൽ വിമർശനമാകുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടാകുമ്പോൾ അത് പുറത്തു പറയാൻ തയ്യാറാകുമ്പോൾ ആ പെൺകുട്ടിയാണ് പിന്നീട് സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരിയാകുന്നതും അതോടൊപ്പം തന്നെ ആ പെൺകുട്ടി നിരവധിയായ ആക്രമണങ്ങൾക്കും ഇരയാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ആരും തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പുറത്തു പറയാൻ മടിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്നും മാറി ഇപ്പോൾ ഏതായാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെൺകുട്ടികൾ പുറത്ത് പറയാൻ തയ്യാറാകുന്നുണ്ട്, പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറാകുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ പെൺകുട്ടിയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഇത്തരത്തിലൊരു പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇത്രയും നാൾ ആ കുട്ടി ഏതായാലും പരാതി നൽകാൻ ആ കുട്ടിയുടെ സാഹചര്യം മൂലം തയ്യാറായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി ഇപ്പോൾ ഏതായാലും പരാതിപ്പെട്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടിയും ഉണ്ടായിരിക്കുന്നു. ഇതിൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കും എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഇനി സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കുട്ടിക്ക് മാനസികമായി ഉള്ള ഒരു സപ്പോർട്ട് വരെയും വേണ്ടി വരും. കാരണം ഏറെ നാളുകളായി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയാണ്. ഒരു പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിന് മാനസികമായ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. അത്തരത്തിൽ ഉള്ള ഒരു വലിയ സപ്പോർട്ടോ അല്ലെങ്കിൽ ഈ മനഃശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ ഒരു സപ്പോർട്ടോ ഒക്കെ കൂടി ലഭിച്ചുകൊണ്ട് ആ കുട്ടിയുടെ സംരക്ഷണം നടത്തുകയായിരിക്കുമോ ഇനി ചെയ്യുക? തീർച്ചയായും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഒരു പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് പെൺകുട്ടിയെ മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺകുട്ടിയുടെ മാനസിക നില പ്രത്യേകിച്ചും ഇത്തരത്തിൽ വലിയ മാനസിക സംഘർഷത്തിലൂടെ ആയിരിക്കും ആ കുട്ടി കടന്നു പോകുന്നത് എന്നുള്ളതിൽ സംശയമില്ല. ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഒരു പീഡനത്തിന് ഇരയാകുന്നു. അതും പുറത്തു പറയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് വിശദമായ പരിശോധനകൾ നടത്തും. ആ പെൺകുട്ടിയുടെ മനോനില തിരിച്ചു മാനസിക സംഘർഷം കുറയ്ക്കാനുള്ള നടപടികൾ അത്തരത്തിൽ പ്രത്യേക സംരക്ഷണം തന്നെ ഈ കുട്ടിക്ക് നൽകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൗമ്യ, ഇയാൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ, അതായത് ഷീജ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ തളർന്നു കിടന്ന അച്ഛനെ ചികിത്സിക്കാനായി ഇയാൾ എറണാകുളമായി വരാറുണ്ടായെന്ന്. ഇയാൾ നേരിട്ടാണ് വരാറുള്ളത്? ആശ്രമം കേന്ദ്രീകരിച്ചായിരുന്നോ ചികിത്സ? അതോ ഇയാൾ മനഃപൂർവ്വം ഇത്തരത്തിൽ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതാണ് എന്ന തരത്തിൽ പക്ഷേ ഇങ്ങനെ ഒരു ചികിത്സ ഈ വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആശ്രമം കേന്ദ്രീകരിച്ചായിരുന്നില്ല ഇയാളുടെ പ്രവർത്തനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലത്തെ ഒരു ആശ്രമത്തിലെ സ്വാമിയാണ്. പക്ഷേ അയാൾ ആശ്രമത്തിൽ നിന്നും നേരിട്ടെത്തി ആ രീതിയിൽ ഒരു ചികിത്സയോ പൂജയോ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. അല്ലാതെ സ്വകാര്യമായി തന്നെ ആ സ്വാമി അല്ലാതെ തന്നെ ആശ്രമത്തിന്റെ പേരിലായിരുന്നില്ല എത്തിയിരുന്നത്. അല്ലാതെ നടത്തിയ ഒരു പൂജയും ചികിത്സയും ഒക്കെ ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ആശ്രമത്തിൽ സ്ഥിരമായി താമസിക്കുന്ന ആളല്ല ഈ സ്വാമി എന്നാണ് നമുക്ക് അവിടെ ആ ആശ്രമവുമായി ബന്ധപ്പെടുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ ആശ്രമത്തിന്റെ ഭാഗത്ത് നിന്നും ഏതായാലും അത്തരത്തിലൊരു പ്രതികരണങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. എന്നാൽ അവിടുത്തെ ഒരു സ്ഥിരം അന്തേവാസി അല്ല ഈ പ്രതി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ മൊഴി എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അയാളുമായി ബന്ധപ്പെട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ ഷീജ? ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ സ്വാമി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ പോസ്കോ നിയമപ്രകാരം കേസും പോലീസ് എടുത്തിട്ടുണ്ട്. ഏതായാലും തുടർ നടപടി എന്നവണ്ണം ഇയാളിൽ നിന്നും ഈ സ്വാമിയിൽ നിന്നും ഉടൻ തന്നെ മൊഴി രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഏതായാലും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന മറുപടി.
യെസ്, ഈ വാർത്തയിലേക്ക് തന്നെ വളരെ വേഗം തിരികെ എത്താം. ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചയാളുടെ ജനനേന്ദ്രിയം പെൺകുട്ടി മുറിച്ചു മാറ്റി. കൊല്ലത്തെ ഒരു ആശ്രമത്തിലെ ഗണേശാനന്ദ തീർത്ഥപാദ സ്വാമി എന്നയാളുടെയാണ് ജനനേന്ദ്രിയം ആ പെൺകുട്ടി മുറിച്ചു മാറ്റിയത്. തളർന്നു കിടന്ന അച്ഛനെ ചികിത്സിക്കാൻ എന്ന പേരിൽ വീട്ടിലെത്തുന്ന ഇയാൾ സ്ഥിരമായി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാറുണ്ട് എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചയാളുടെ ജനനേന്ദ്രിയം പെൺകുട്ടി മുറിച്ചു മാറ്റി. കൊല്ലത്തെ ഒരു ആശ്രമത്തിലെ ഗണേശാനന്ദ തീർത്ഥപാദ സ്വാമി എന്നയാളുടെ ജനനേന്ദ്രിയമാണ് മുറിച്ചു മാറ്റിയത്. തളർന്നു കിടന്ന അച്ഛനെ ചികിത്സിക്കാൻ എന്ന പേരിൽ ഇയാൾ വീട്ടിലെത്തി പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. ഇയാളിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. സുനിത കൃഷ്ണൻ ചേരുന്നുണ്ട് നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി. എങ്ങനെയാണ് ഈ ഒരു വിഷയം കാണുന്നത്, ഈ ഒരു സംഭവം? വളരെ എന്താണ് ഒരു മിക്സ്ഡ് റിയാക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ എന്താന്ന് വെച്ചാൽ വളരെയധികം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആ കുട്ടീനെ. പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി കാണിച്ചു ആ സമയത്ത്. അങ്ങനെ കാണിച്ചു, അത് മാത്രമേ ഒരു വഴിയുള്ളൂ ആ സമയത്ത് കാണിക്കാനുള്ളത്. സോ എക്സ്ട്രോർഡിനറി ബ്രേവറിയാണ് ആ കുട്ടിയുടെ എന്റെ അഭിപ്രായത്തില്. എനിക്ക് അത് ഒരു ജാതി മാതൃകയായിട്ട് തോന്നുന്നു എല്ലാ വേറെ പെൺകുട്ടികൾക്കും. മോസ്റ്റ് പെൺകുട്ടികൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ കംപ്ലീറ്റ്ലി ഫ്രോസ് ആയിപ്പോ, പേടി കൊണ്ടും ഭയം കൊണ്ടും ഒരു ശരീരത്തിൽ അത്രയും ഇത് വയലേഷൻ നടക്കുമ്പോൾ എങ്ങനെയാ പ്രതിരോധിക്കുക അറിയാത്ത ഒരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ ഒരു സമയത്ത് ഈ ഒരു കൊച്ചുകുട്ടി ഇത്രയും ഒരു കറേജ് കാണിച്ചു. അത് വളരെ വളരെ it is I hope every girl has the sense to do this kind of thing. അവിടെയാണ് പക്ഷേ ശ്രീമതി സുനിത കൃഷ്ണൻ, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ദിവസങ്ങളിലായി നമ്മൾ സമീപകാലത്തായി ഇത്തരം വിഷയങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് പെൺകുട്ടികളുടെ ആത്മഹത്യ അല്ലെങ്കിൽ ഒരു ദുരൂഹ മരണം, പിന്നീട് അതിന് പിന്നിലേക്കുള്ള കേസന്വേഷണം നീളുമ്പോഴാണ് ഇത്തരം സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതിനും അപ്പുറത്തേക്ക് ഈ പെൺകുട്ടി ഒരു കരുത്ത് കാണിച്ചു എന്നത് നമുക്ക് വലിയ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതിന് മറ്റു ചില വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനെ ചികിത്സിക്കാനായി ഇയാൾ കാലാകാലങ്ങളായി വീട്ടിലെത്താറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുമായിരുന്നു എന്നും ആ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ വീട്ടുകാരുടെയൊക്കെ അറിവോടുകൂടി, പ്രത്യേകിച്ചൊക്കെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളൊരു സംശയമൊക്കെ പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുട്ടി കാണിച്ചൊരു കരുത്തിനപ്പുറത്തേക്ക് സമൂഹം ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ സംഭവത്തിലുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ആ കുട്ടി എത്രമാത്രം ഫ്രസ്ട്രേറ്റ് ആയിട്ടുണ്ടാവും ഇന്ന് ഈ കരുത്ത് കാണിക്കാൻ. അത് നമ്മള് ശരിക്കും ഒരാളും അവരുടെ കൂടെ ഫാമിലിയിൽ നിന്നിട്ടില്ല. ആ കുട്ടിക്ക് തോന്നി എനിക്ക് വേണ്ടിയിട്ട് എന്റെ രക്ഷണ ഞാൻ തന്നെ ചെയ്യണം, അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് അടുത്ത കാലത്ത് കേരളത്തിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മള്. ചർച്ചിലെ ഫാദർ കുട്ടീനെ പീഡിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മദ്രസയിലെ മൗലവികളെ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഈ സന്യാസി വീട്ടിൽ ചില ഒരു വളരെ ഒരു ട്രസ്റ്റ് ഫാക്ടർ, സമൂഹത്തിന്റെ ട്രസ്റ്റ് ഫാക്ടറിനെ ഏറ്റെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ട്രസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്ന കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ദാറ്റ് ഹാസ് ടു ബി, നമ്മൾ അതിനെ ഒരു വളരെ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട വളരെ ആവശ്യമുണ്ട്. ബിക്കോസ് ഇങ്ങനത്തെ സോ കോൾഡ് ഫെയ്ത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാര് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ വലിയൊരു സമൂഹത്തിലൊരു ട്രസ്റ്റ് ഫാക്ടറാണ് ബ്രേക്ക് ആവുന്നത്. ആൻഡ് ഇതിനെ ടുഡേ മൊത്തം സമൂഹം ഒരു വെട്ടുകൊണ്ട് ആ കുട്ടിയുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതേ സമയത്ത് ഇങ്ങനത്തെ ആൾക്കാരെ സമൂഹത്തിന് വെളിയിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴേ പേടി വരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് എന്തോ വേറെ പരിപാടിക്ക് ചികിത്സിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കയറി വന്നിട്ട് നമ്മുടെ കുട്ടികളുടെ ജീവിതങ്ങളാണ് നശിച്ചുകൊണ്ട് പോകുന്നത്. സോ ദർ ആർ ടു പോയിന്റ്സ്. ഒന്ന്, ഇന്ന് ഈ കുട്ടിക്ക് നമ്മളെല്ലാവരുടെ സപ്പോർട്ടിന്റെ ആവശ്യവും, അതേ സമയത്ത് ആ പറഞ്ഞ കക്ഷി ആ സ്വാമിജീനെ എല്ലാവരും സമൂഹത്തില് ഇനി ഉള്ളിൽ വരാൻ സമ്മതിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സോഷ്യൽ ബോയ്ക്കോട്ട് കൂടി വളരെ വലിയ ആവശ്യമാണ്. നന്ദി സുനിത കൃഷ്ണ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഡോക്ടർ മോഹൻ റോയ് കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി, മെഡിക്കൽ കോളേജ്. ഡോക്ടർ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാതെ അല്ലെങ്കിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പീഡനത്തിന് വീണ്ടും ഇരയാക്കപ്പെടാതെ ആ കുട്ടി ഒരു ധൈര്യം കാണിച്ചു എന്നത് തന്നെയാണ് ഇതിലെ വലിയൊരു സംഭവം എന്ന് പറയുന്നത്. ഒരു പക്ഷേ സമീപകാലത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന്റെയോ അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമോ അങ്ങനെ ഒരു ധൈര്യം ആ കുട്ടിക്ക് കിട്ടിയത്?
തീർച്ചയായും ഇതൊരു സൂചകമാണ്. അതായത് പീഡനം അനുഭവിക്കുന്ന കുട്ടികൾ ഏത് രീതിയിൽ പ്രതികരിക്കും, ഇനി ഭാവിയിൽ എങ്ങനെ പ്രതികരിക്കാമെന്നുള്ളതിന്റെ ഒരു സൂചകമായി ഇത് കണക്കാക്കേണ്ടി വരും. നമുക്ക് ധാരാളം ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിലൊക്കെ തന്നെ പറയുന്നത് 90% സാഹചര്യങ്ങളിലും ഇത്തരം കുട്ടികളെ പീഡിപ്പിക്കുന്നത് അറിയുന്നവർ തന്നെയാണെന്നാണ്. ഏകദേശം 50% ഇത് അച്ഛനോ അല്ലെങ്കിൽ സഹോദരനോ ആയിരിക്കാം, വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കാം. മറ്റു 40% സാഹചര്യങ്ങൾ നമ്മൾ പറയുന്ന ഈ അങ്കിൾ, കൊച്ചച്ഛൻ, വലിയച്ഛൻ അത്തരത്തിലുള്ളവരായിരിക്കാമെന്നാണ്. അപ്പൊ ഇതിൽ അടിസ്ഥാനപരമായി ആദ്യം സംഭവിക്കുന്നത് ഈ കുട്ടിക്ക് അടുത്ത ബന്ധമുള്ള ഒരാളാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അയാളോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഈ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ സമൂഹത്തിൽ പോകുന്ന ഈ കുട്ടി ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും നമുക്കറിയാം വിവാഹബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു വ്യക്തി ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ കുട്ടി എങ്ങനെയായിരിക്കും ആ ഒരു ചിന്തയിലേക്ക് എത്തിയത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു പ്രത്യേക അവയവം ഛേദിക്കണമെങ്കിൽ എന്തൊക്കെ ആയിരിക്കും ആ കുട്ടി അതിനു മുമ്പ് ചിന്തിച്ചിരിക്കുക. നിസ്സഹായായിരുന്നിരിക്കും അവൾ കരഞ്ഞിട്ടുണ്ടായിരിക്കും, അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലായിരിക്കും. അവസാനം ഒരു ഗതികേടിന്റെ പാരമ്യത്തിലാണ് ഈ കുട്ടി ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മുടെ കുട്ടികളെ എത്തിക്കുന്നത് എങ്ങനെയാണ്, എന്ത് വ്യവസ്ഥിതിയാണ് കുട്ടികളെ ഈ അവസ്ഥയിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നത്, എന്ത് ഘടകങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹം എന്താണ് ചെയ്യുന്നത്, ഇത് വ്യക്തമായി പരിശോധിച്ചാൽ മനസ്സിലാക്കും. ഈ കുട്ടിയുടെ അച്ഛനെ പരിചരിക്കാനെന്ന് എത്തിയിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇയാൾ എത്തിയത് പരിചരിക്കാനാണോ അതോ പരിചരിക്കുന്ന വ്യാജേനയാണോ? അതും ആരാണ് ചെയ്തിരിക്കുന്നത്? ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലെ അന്തേവാസിയാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ മനുഷ്യന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നന്മ പറയേണ്ട, നന്മ കാണിച്ചു കൊടുക്കേണ്ട, നന്മയുടെ കാവലാളാകേണ്ട ആൾക്കാർ വരെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്ത് ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികളിലും ആ കുട്ടികൾ വളർന്നു വരുന്ന സമൂഹത്തിലും എന്തു തരത്തിലുള്ള മാനസിക ആഘാതമായിരിക്കും ഉണ്ടാകുക എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇത്തരം സംശയങ്ങളും ഈ വിഷയം ഉയർത്തുന്നുണ്ട്. നന്ദി ഡോക്ടർ മോഹൻ റോയ് അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. കൊടും വരൾച്ചയിൽ വയനാടൻ കാടുകളിൽ ഇക്കൊല്ലം ചരിഞ്ഞത് 18 കാട്ടാനകൾ. ബന്ദിപ്പൂർ മുതുമല വനമേഖലകളിൽ കൂടി ഉൾപ്പെടുത്തിയാൽ മരണപ്പെട്ട കാട്ടാനകളുടെ എണ്ണം 38ആണ്. വനത്തിലെ വരൾച്ചയ്ക്ക് പരിഹാരമായി വനംവകുപ്പ് 7.5 ലക്ഷം ലിറ്റർ വെള്ളം കുളങ്ങളിലും മറ്റും നിറച്ചുവെങ്കിലും ഇതെല്ലാം ഭാഗികമായ ഗുണം ചെയ്തുള്ളൂ. അഹല്യ ദേശീയ നൃത്തോത്സവത്തിന് പാലക്കാട് വാളയാർ അഹല്യ ക്യാമ്പസിൽ തുടക്കമായി. മുദ്ര നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ പി മേരിക്കുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി മാനേജർ പത്മശ്രീ കൃഷ്ണകുമാർ, IIT പാലക്കാട് ഡയറക്ടർ PB സുനിൽകുമാർ, അഹല്യ മാനേജിംഗ് ട്രസ്റ്റി അജിത് പ്രസാദ്, ഹെറിറ്റേജ് വില്ലേജ് ഡയറക്ടർ RVK വർമ്മ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നടൻ വിനീതും സംഘവും അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ നൃത്തം അരങ്ങേറി. 9 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ചലച്ചിത്ര താരങ്ങളായ ശോഭന, ആശ ശരത് തുടങ്ങി നിരവധി പ്രമുഖ നർത്തകർ പരിപാടികൾ അവതരിപ്പിക്കും.